ഞാനേ കുറേ നാളായി ഒരു പെൻ ഹോൾഡർ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് നമുക്കിന്ന് അതൊന്ന് സെറ്റാക്കി നോക്കിയാലോ. അപ്പോൾ ഒന്നല്ല, സിമ്പിളായ രണ്ട് പെൻ ഹോൾഡർ നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കി നോക്കാം. ആദ്യം നമുക്ക് ഒരു A4 ഷീറ്റ് എടുത്തിട്ട് ഏകദേശം ഈ ഒരു ഷേപ്പിൽ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ഷേപ്പ് തന്നെ വേണമെന്നില്ല കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഒരു പെൻ ഹോൾഡറിന് 4 പേപ്പർ വെച്ച് നമുക്ക് ടോട്ടലി 8 പേപ്പർ ഇതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു കാർഡ്ബോർഡ് ഷീറ്റ് എടുത്തിട്ട് ഇതേ ഷേപ്പിലുള്ള ഒരു 4 പീസ് നമുക്ക് അതിൽ നിന്നും കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ അത് സെറ്റായി. ഇനി നമുക്ക് ഒരു പേപ്പർ ടേപ്പ് എടുത്ത് ഇതിൻ്റെ എഡ്ജിലായി ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. ഇനി പേപ്പർ ടേപ്പിൻ്റെ 2 സൈഡും ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഈ 4 ഷീറ്റിലും നമുക്ക് ഈ പേപ്പർ ടേപ്പ് ഒട്ടിച്ച് കട്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കണം. ഈ കാർഡ്ബോർഡ് ഷീറ്റിൻ്റെ എഡ്ജിലായി കുറച്ച് ഫെവിക്കോൾ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് കറക്റ്റായി ഇതെല്ലാം ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മൾ മുന്നേ എന്തേലൊക്കെ വാങ്ങിയ ഇതുപോലൊരു കാർഡ്ബോർഡ് ബോക്സ് നമ്മുടെ വീട്ടിൽ എന്തായാലും ഉണ്ടാവും. നമുക്കത് ഇതുപോലെ രണ്ടാക്കി കട്ട് ചെയ്തെടുക്കാം. 2 പെൻ ഹോൾഡർ ഉണ്ടാക്കുന്നത് കൊണ്ടാട്ടോ നമ്മൾ 2 ബോക്സ് കട്ട് ചെയ്തെടുത്തത്, അല്ലെങ്കിൽ ഒരു ബോക്സ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ച ബോക്സിൻ്റെ 2 സൈഡിലായും മുന്നേ നമ്മൾ കട്ട് ചെയ്തെടുത്ത 2 കാർഡ്ബോർഡ് ഷീറ്റും ഇതുപോലെ കറക്റ്റായി ഒട്ടിച്ചെടുക്കാം. ഞാൻ ഈ പിൻട്രസ്റ്റ് റെഫർ ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു മോഡൽ പെൻ ഹോൾഡർ വരച്ചെടുത്തത്. അങ്ങനെ ഏകദേശം പരിപാടിയെല്ലാം കഴിഞ്ഞു. നമുക്കിവനൊന്ന് കളർഫുൾ ആക്കി എടുക്കണ്ടേ? നമുക്കിഷ്ടമുള്ള കളറിലുള്ള പെയിൻ്റ് എടുത്ത് നമുക്ക് അടിച്ചു കൊടുക്കാം. എങ്ങനെയുണ്ട് നമ്മുടെ ഈ തട്ടിക്കൂട്ട് പെൻ ഹോൾഡർ? നിങ്ങൾക്കിഷ്ടമായോ? എൻ്റെ ഈ ധൃതി കാരണേ ചെറുതായി അവിടെ ഇവിടെ ഒന്ന് പാളിപ്പോയെങ്കിലും കുറച്ച് ക്ഷമയുണ്ടെങ്കിലേ ഇതിലും സൂപ്പറായി നിങ്ങൾക്ക് സെറ്റാക്കി എടുക്കാം.